അപരാധപ്പിറവികളുടെ രൗദ്രഭാവങ്ങളെല്ലാം സമന്വയിപ്പിച്ചുണ്ടാക്കിയ ഒരു 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 സംഭവമാണ് കണ്ണപ്പ. എനിക്കിതിൽ ഏറ്റവും വിഷമമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടനും അതുപോലെ തന്നെ പ്രഭാസും ഇതിൽ തലവെച്ച് കൊടുത്തു എന്നതാണ് എനിക്ക്. ലാലേട്ടനൊക്കെ എൻ്റെ പൊന്നോ! ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 200 കോടി രൂപയുടെ പടമാണ് ഗയ്സ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ലാലേട്ടൻ്റെ മുഖത്ത് വരച്ചു വെച്ചേക്കുന്നത് അത് ട്രെയിലറിൽ കണ്ടപ്പോൾ അത്രയും ശോകം. തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ ബിഗ് സ്ക്രീനിൽ എൻ്റെ പൊന്നോ ചിരിക്കണോ കരയണോ എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. പിന്നെ നമ്മുടെ ആര്ടെ പ്രഭാസിന്റെ മുഖമൊക്കെ എന്താണ് ചുമ്മാ എഐ വെച്ച് ചെയ്തേക്കണ പോലെ. അങ്ങനത്തെ ഒരു വൈബ്. പലതും എഐ വെച്ചാണ്. അതുപോലെ തന്നെ അക്ഷയ് കുമാറിന്റെ മുഖം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എഐ ആണ്. ഇതിലൊരു നായകനുണ്ട്. മൊണ്ണാന്ന് പറഞ്ഞാൽ ഇജ്ജാതി മൊണ്ണ. നെപ്പോട്ടിസം കാണിച്ച് കേറി വന്ന ഒരു പുണ്ട. ഇതിലെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഡാഡിയാ. എൻ്റെ പൊന്നോ! വിഷ്ണു മൊഞ്ച മഞ്ച എന്നങ്ങാണ്ടാണ് പുള്ളിയുടെ പേര്. എൻ്റെ പൊന്നോ! എന്ത് മോണ അഭിനയാന്നറിയാവോ? അഭിനയൊന്നും ഇല്ല. എന്തൊക്കെയൊക്കെയൊക്കെയോ കാണിക്കണു. പിന്നെ പുള്ളിക്ക് ഇതില് വേറെ ഒരു പേര് എങ്ങാണ്ടുണ്ട്. തീറ്റാന്നോ ബീറ്റാന്നോ എന്തൊരു പേരുണ്ട്. അത് അതിലും കോമഡിയാ. പിന്നെ കോമഡി ജോണറാണ് സെക്കൻഡ് ഹാഫ് മൊത്തം. ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല ടോർച്ചറിംഗ് ആയിട്ടിരുന്ന് കാണേണ്ടി വന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കോമഡി ജോണറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ഇതിൽ വന്ന നായികമാരൊക്കെയാണ്. ഇത് ചുമ്മാ കുളിസിതം കാണിക്കാൻ വേണ്ടിയാണ് ഓരോ നായികമാരെയും കൊണ്ടുവന്നേക്കണ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടം എന്താണ് നമ്മുടെ 2000-ലെ മലയാളം സീരിയലില്ലേ മഹാഭാരതമൊക്കെ നമ്മുടെ അമൃത ടിവിയിലൊക്കെ കാണണേ. ആ ഒരു വൈബാണ് പടം മൊത്തം. അതാണ് 2025-ൽ 200 കോടി. 200 കോടി ഇവര് എവിടെ ചെലവാക്കി എന്നാണ് എനിക്കറിയാത്തത്. 3 മണിക്കൂറാണ് പടം. ഉയ്യോ! പിന്നെ മലയാളം ഡബ് അതിന്റെ കാര്യം എടുത്തു പറയണം. കൈരളിക്കാർ ഇതിലും കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കും മലയാളം ഡബിന്. പിന്നെ ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓ ഗംഭീരം എന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നോ! പിന്നെ ഈ സിനിമ മൊത്തത്തില് ഒരു രീതിക്കാ പോണേ. അപ്പൊ പിന്നെ മ്യൂസിക് നന്നാണെന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ലല്ലോ. ഇത് സിമ്പിൾ സ്റ്റോറിയാണ്. ട്രെയിലർ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. നമ്മുടെ എന്താണ് വിശ്വാസമില്ലാത്ത നായകനെ 3 മണിക്കൂർ എന്തൊക്കെയൊക്കെയോ അപരാധം കാണിപ്പിച്ച് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു. ലാസ്റ്റത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നടാവേ! അപ്പൊ ഗൈസ് അതാണ് കണ്ണപ്പ.